ഹായ്, ദിസ് ഇസ് ശ്രീജിൽ കലിങ്ങൽ, ഓട്ടോ കൺസൾട്ടൻറ്റ്, ഡെൽറ്റ ഗാസ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോണത് കുറേ ദൂരം കുറേ നേരം വണ്ടി ഓടിക്കുന്ന ഒത്തിരി പേരുടെ സൊല്യൂഷന് വേണ്ടിയിട്ട് നമ്മളൊരു കസ്റ്റമർ നമ്മളെ കണക്ട് ചെയ്തു. സിയാസാണ് അദ്ദേഹത്തിൻ്റെ വണ്ടി. അതിൻ്റെ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തു. നമുക്ക് നോക്കാം. ആദ്യം തന്നെ എടുത്തു പറയാനുള്ളത്, അദ്ദേഹത്തിൻ്റെ ഡ്രൈവിങ്ങിന് ഒരുപാട് 2-3 മണിക്കൂറോളം ഡ്രൈവ് ചെയ്യണത് അദ്ദേഹത്തിന് ബാക്ക് പെയിൻ വളരെ പ്രശ്നമായിരുന്നു. അതിന് സൊല്യൂഷനായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഷോക്ക് അബ്സർ ബഫറാണ്. ഈ ഷോക്ക് അബ്സർ ബഫർ ഇട്ടതിന് ശേഷം അദ്ദേഹത്തിന് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് വണ്ടി ഓടിച്ചു. ആൾ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ പറയുന്നത് വെച്ചാൽ നല്ലൊരു കംഫർട്ട് നമ്മുടെ വണ്ടിയിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒത്തിരി നേരം ഡ്രൈവ് ചെയ്യണം നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് 100% ഉറപ്പായിട്ടും ഷോക്ക് അബ്സർ ബഫർ യൂസ് ചെയ്യുക. അത് നിങ്ങളുടെ ഡ്രൈവിങ്ങിന് വളരെയധികം കംഫർട്ട് കൂട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ നടുവേദനയൊക്കെ മാറ്റാൻ കുറച്ച് സഹായിക്കും. അതുപോലെ തന്നെ ഈ ബഫർ ചൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ടൈപ്പിൽ ബഫേഴ്സ് അവൈലബിൾ ആണ്. നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുള്ള പ്രീമിയം സാധനം ഉപയോഗിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും ഇത് പല സൈസിൽ അവൈലബിൾ ആണ്. നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ വണ്ടിയുടെ സൈസിനനുസരിച്ചുള്ള സ്പെസിഫിക് സൈസ് തന്നെ ഉപയോഗിക്കണം. കുറച്ച് ലൂസാണെങ്കിൽ ഈ പറഞ്ഞ എഫക്റ്റ് നമുക്ക് ഒരിക്കലും കിട്ടില്ല. അപ്പോൾ നമ്മുടെ ഷോക്ക് അബ്സറിൻ്റെ ഇടയിൽ കറക്റ്റ് മെഷർ ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. പിന്നെ പലരുള്ള സംശയമാണ്, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി വാറണ്ടി പ്രശ്നം വരുമോ, ഷോക്ക് അബ്സർ കംപ്ലയിൻറ്റ് വരുമോ എന്നുള്ളതൊക്കെ. ഒരിക്കലും ഇല്ല. ഇതെല്ലാം ചെയ്യുന്നത് കമ്പനിയുടെ അതേ ഒരു സ്പെക്കിലൂടെ മാത്രമാണ്. നമ്മുടെ കമ്പനി അടക്കം ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ മെയിൻ പ്രയോറിറ്റി ആയിരുന്നു സൗണ്ട് സിസ്റ്റം, അതുപോലെ മ്യൂസിക് എന്നുള്ളത്. അദ്ദേഹത്തിന് പല നോട്ട്സും പല മ്യൂസിക്കും ഉള്ള കമ്പനി സ്റ്റീരിയോന്ന് കിട്ടിയിരുന്നില്ല. അങ്ങനെയാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതും. നമ്മളൊരു പ്രീമിയം ക്വാളിറ്റി സ്പീക്കേഴ്സിലേക്ക് അത് കൺവേർട്ട് ചെയ്തു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ അതിലെല്ലാ നോട്ട്സും എല്ലാ മ്യൂസിക്സും കൂടി ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. തന്നെ നിങ്ങൾ സ്പീക്കേഴ്സ് സജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ള സംശയമായിരിക്കും, നമ്മൾ ഏത് ക്വാളിറ്റി സ്പീക്കേഴ്സ് ചെയ്യണം, ഏത് ബ്രാൻഡ് ചെയ്യണം എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എക്സ്പേർട്ടായിട്ടുള്ള ഒരു അഡ്വൈസ് നേടുക, എന്നിട്ട് അതിന് ശേഷം ഇൻസ്റ്റാളേഷൻ ചെയ്യുക. അതുപോലെ ഒത്തിരി പേർക്കുള്ള സംശയമാണ് ഞാൻ ഏത് ബ്രാൻഡ് ചൂസ് ചെയ്യണം എന്നുള്ളത്. നിങ്ങളൊരു എക്സ്പേർട്ടിൻ്റെ അഡ്വൈസ് നേടുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. കാരണം നിങ്ങളുടെ വണ്ടിയുടെ ഒരു സ്പെക്ക് അനുസരിച്ച് പല രീതിയിലുള്ള സ്പീക്കേഴ്സ് ആയിരിക്കും അതിൽ ആവശ്യം വരിക. അപ്പോൾ അതെപ്പോഴും ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ സ്പീക്കേഴ്സ് ചെയ്തുകൊണ്ട് മാത്രം തീരുന്നില്ല. എല്ലാവരും ഉള്ള സംശയമാണ്, ഏറ്റവും വില കൂടിയ സ്പീക്കേഴ്സ് ചിലപ്പോൾ വാങ്ങിച്ച് ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടാവില്ല. അതിന് മെയിനായിട്ടുള്ള കാര്യം, ആ വണ്ടിയിൽ ഡാമ്പിങ് പ്രോപ്പർ ആയിരിക്കില്ല. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ വണ്ടിയിലെ പെർഫെക്റ്റ് സൗണ്ട് ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ വണ്ടി ഡാമ്പിങ് ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ പലരും ചോദിക്കാറുണ്ട്, ഞാൻ എവിടെയൊക്കെ ഡാമ്പിങ് ചെയ്യണം എന്നുള്ളത്. ശരിക്കും ഡാമ്പിങ് ചെയ്യാൻ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. നമ്മുടെ ഫ്രണ്ടിലെ ബോണറ്റ് നമുക്ക് ഡാമ്പിങ് ചെയ്യാം. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിലുള്ള എഞ്ചിൻ നോയ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഡാമ്പിങ് ചെയ്യണത്. അതുപോലെ വണ്ടിയുടെ ഉള്ളിലെ റൂഫ് നമുക്ക് ഡാമ്പിങ് ചെയ്യാം. അതുപോലെ തന്നെ വണ്ടിയുടെ താഴെയുള്ള പ്ലാറ്റ്ഫോം നമുക്ക് ഡാമ്പിങ് ചെയ്യാം. ഇതൊക്കെ ചെയ്യുന്നത് വണ്ടിയുടെ റോളിംഗ് സൗണ്ട്, അതുപോലെ പുറത്തുനിന്നുള്ള സൗണ്ട്സ് ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കൂടാതെ തന്നെ നമ്മുടെ ഡോർസ്, അതുപോലെ ഡിക്കി, ഇതെല്ലാം നമുക്ക് ഡാമ്പിങ് ചെയ്യണം. എങ്കിലാണ് നമ്മുടെ സൗണ്ട് പ്രൂഫിങ് കറക്റ്റ് ആവുക. ഒരു എക്കോസ്റ്റിക് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ കിട്ടുന്ന സൗണ്ട് നിങ്ങൾക്ക് കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് ബ്രാൻഡോട് കൂടി ഒരു എക്സ്പേർട്ടിൻ്റെ സഹായത്തോടെ ഡാമ്പിങ് ചെയ്യുക. അതുപോലെ പലർക്കുള്ള സംശയമാണ്, ഡാമ്പിങ് ചെയ്യുമ്പോൾ എത്ര ഡയർ ലാമ്പിങ് ചെയ്യണം എന്നുള്ളത്. നമുക്കതിൽ എത്ര മാക്സിമം ചെയ്യാൻ പറ്റുന്നോ അത്രയും നല്ലതാണ്. നമ്മുടെ ക്വാളിറ്റി കൂട്ടാമെന്നുള്ളതും സൗണ്ട് ഞാൻ പറഞ്ഞില്ലേ എക്കോസ്റ്റിക് ആക്കാമെന്നുള്ളതുള്ളൂ. അറ്റ്ലീസ്റ്റ് മിനിമം 2 ലെയറെങ്കിലും നിങ്ങളൊരു പ്രീമിയം ക്വാളിറ്റി സ്പീക്കേഴ്സ് ഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോൾ മിനിമം 2 ലെയറെങ്കിലും ചെയ്തിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഔട്ട്പുട്ട് പ്രോപ്പർ ആയിരിക്കുള്ളൂ. അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തിനുണ്ടായിരുന്ന മെയിനായിട്ടുള്ള കൺസേൺ ആയിരുന്നു വണ്ടി നമ്മൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് വളരെ ചെറിയ സ്പേസിൽ പാർക്ക് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ. അതുപോലെ തന്നെ നമ്മൾ ഡ്രൈവ് ചെയ്ത് ഒത്തിരി ദൂരം പോകുമ്പോൾ ആക്സിഡൻസ് വരുമ്പോഴുള്ള റെക്കോർഡിംഗ് സേഫ്റ്റി. ഇതിനെല്ലാം നമ്മൾ സൊല്യൂഷനായിട്ട് നൽകിയിരിക്കുന്ന ഒരു അടിപൊളി കിഡിലനായിട്ടുള്ള 360 ആണ് ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പലരും ചോദിക്കാറുണ്ട് 360 എങ്ങനെ ഇൻസ്റ്റാളേഷൻ ചെയ്യും എന്നുള്ളത്. നമ്മുടെ വണ്ടിയിൽ ഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ നമുക്കൊരു ക്യാമറ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ലെഫ്റ്റിലും റൈറ്റിലും നമ്മുടെ മിററിന് താഴെയായിട്ട് 2 ക്യാമറ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാക്ക് സൈഡിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ HD ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള ക്യാമറാസാണ് അവൈലബിൾ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. പല കസ്റ്റമേഴ്സും നമുക്ക് ചോദിക്കാറുണ്ട്, നമുക്കൊരു 2 അവേഴ്സിലൊക്കെ ഇത് ഇൻസ്റ്റാളേഷൻ ചെയ്തുകൂടെ എന്നുള്ളത്. ശരിക്കും ചെയ്യാൻ കഴിയും പക്ഷേ അത് നമ്മൾ ചെയ്യാറില്ല. പക്ഷേ പ്രൊഫഷണൽ വേയോട് ചെയ്യണമെങ്കിൽ ഒരു 2 ഡേയ്സ് മിനിമം നമുക്ക് വേണം. കാരണം നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തതിന് ശേഷം പ്രോപ്പറായിട്ട് അത് കാലിബ്രേഷൻ ചെയ്ത് ഫുള്ളി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഡെലിവറി ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് മിനിമം 2 ഡേയ്സ് നമ്മൾ പറയുന്നത്.
അതുപോലെ പല കസ്റ്റമേഴ്സും ചോദിക്കാറുള്ളൊരു കാര്യമാണ്, നമുക്ക് ഏറ്റവും റേറ്റ് കുറഞ്ഞുള്ളൊരു 360 മതി, ജസ്റ്റ് എനിക്കൊരു സൈഡ് കാണുക എന്നുള്ളത് മാത്രമാണെന്ന്. ശരിക്കും പറഞ്ഞാൽ അത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരാണെന്ന് ഞാൻ പറയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏറ്റവും കുറഞ്ഞ ക്വാളിറ്റി ചെയ്യുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റി എന്ന് പറയുന്നതും ഈ പറഞ്ഞ പോലെ വളരെ കുറഞ്ഞ മോശമായിരിക്കും. നമ്മൾ സൈഡ് കാണലാണ് നമ്മുടെ ആവശ്യമെങ്കിൽ, ഒരു സൈഡിൽ നമ്മളൊരു വണ്ടി ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ പെയിൻ്റ് അടിക്കണമെങ്കിൽ ചിലപ്പോൾ ഒരു 3000, 4000 മുതൽ 50,000 വരെ ചിലവ് വരും. ഈ ഒരു ചെറിയ ലാഭത്തിൽ നോക്കുമ്പോൾ അപ്പുറ സൈഡിൽ നിങ്ങൾക്ക് അതിനെക്കാട്ടി കൂടുതൽ വലിയ ലോസ് വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റി നിങ്ങൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുക, അതും നല്ല ബ്രാൻഡ് തന്നെ ചൂസ് ചെയ്യുക, നല്ല സർവീസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്പേർട്ടിനെ കൊണ്ട് മാത്രം ചെയ്യിപ്പിക്കുക. അതുപോലെ കുറച്ച് പേര് സംശയമാണ്, നമ്മുടെ വണ്ടിയിൽ കമ്പനിയിൽ 360 ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൽ പിന്നെ നമ്മൾ DVR വെക്കണോ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ കമ്പനി ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്ന ഒരു പാർക്കിംഗ് അസിസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ മാത്രമാണ്. പക്ഷേ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന 360ൽ അത് റെക്കോർഡിംഗ് കൂടി നമുക്ക് കാണാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ തെറ്റുകൊണ്ട് അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ സോൾവ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു എവിഡൻസ് ആണ്. പിന്നെ എടുത്തു പറയേണ്ട സംഭവമാണ്, ഈ വണ്ടിയിൽ ഇൻഫോർടൈൻമെൻറ്റ് നമുക്ക് ഹാൻഡ് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇൻഫോർടൈൻമെൻറ്റ് ആയിരുന്നില്ല. അതിന് നമ്മൾ ഫുൾ ടച്ചിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ഇൻസ്റ്റാളേഷൻ ചെയ്തു. നമുക്ക് റോഡിന് വേണ്ടി ഗൂഗിൾ മാപ്പ്, അതുപോലെ തന്നെ നമ്മൾ ഫാമിലിയായിട്ട് എൻ്റർടൈൻ ചെയ്ത് പോകുമ്പോൾ യൂട്യൂബ് വീഡിയോ, അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സ്, ഇതെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു കിടിലൻ സിസ്റ്റമാണ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സംഭവമാണ് നമ്മുടെ സേഫ്റ്റി, അതുപോലെ ആക്സിഡൻറ്റ് സേഫ്റ്റി, നമ്മുടെ കംഫർട്ട്, ഇതെല്ലാം നിങ്ങൾക്കും എന്നും അനുഭവിക്കുന്ന ഒരു പ്രശ്നമായിരിക്കും. അതിനൊരു സൊല്യൂഷൻ ആയിരിക്കും എന്ന് വിചാരിക്കുന്ന ഈ വീഡിയോ. അപ്പോൾ സ്റ്റീജിൽ കലിങ്ങൽ ഓട്ടോ കൺസൾട്ടൻറ്റ് ഡെൽറ്റ കാസ്. ബൈ.